ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമുക്ക് ഒരു ഓർഡർ വന്നത് മയിൽപ്പീലി നെറ്റിപ്പട്ടത്തിനായിരുന്നു. ഞാൻ അധികവും ചെയ്യാറുള്ളത് വൂളൻ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള നെറ്റിപ്പട്ടങ്ങളാണ്. ഇത് കസ്റ്റമറുടെ ഒരു പ്രത്യേക ആവശ്യപ്രകാരം അവർക്ക് മയിൽപ്പീലി നെറ്റിപ്പട്ടം തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അത് കേരളത്തിന് വെളിയിലുള്ളൊരു കസ്റ്റമറാണ്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 100ഓളം മയിൽപ്പീലികളാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ വലിപ്പം ഏകദേശം 3-3.5 ഫീറ്റ് ആണ്, അതായത് ഗോൾഡൻ ഏരിയ. മൊത്തത്തിൽ ഏകദേശം 4-4.5 അടിയോളം നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെയാണ് മയിൽപ്പീലി വാങ്ങിക്കാൻ കിട്ടുന്നത്. ഞാൻ ഏകദേശം ഒരു 150ഓളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മയിൽപ്പീലി. അത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് അത് ഓരോന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് കറക്റ്റായിട്ട് അത് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച ശേഷം അതിൻ്റെ പുറത്ത് ഒരു ലേസ് കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ലേസ്. അപ്പോൾ അത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഓരോ കുമിളകളും ഒട്ടിക്കാൻ തുടങ്ങിയത്. ഇത് ഫിനിഷായി കിട്ടിയ ശേഷമാണ് ഓരോ കുമിളകളും ഞാൻ ഒട്ടിച്ചെടുത്തത്. നെറ്റിപ്പട്ടത്തിൽ ഈ അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓരോ കുമിളകൾക്കും ഓരോരോ സങ്കല്പങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മുകളിൽ കാണുന്ന 2 കുമിളകൾ പാർവതി, ലക്ഷ്മി, ത്രിമൂർത്തികൾ, ഗണപതി, പിന്നെ അതുപോലെ നക്ഷത്രങ്ങൾ എന്നീ ഓരോരോ കുമിളകൾക്കും ഓരോരോ സങ്കല്പങ്ങളോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന കുഞ്ചലം, അത് നമ്മൾ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ചെയ്ത നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായമൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നല്ലൊരു ചോയ്സാണിത്. അപ്പം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.